അർജുനായി 11-ാം നാൾ കാത്തിരിക്കുകയാണ്. ഇതിനായി ഇന്ന് വീണ്ടും ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ്റെ ഏകദേശ രൂപം പുറത്തു വരുന്നുണ്ട്. ഡിബോട്ട്സ് മിഷൻ ഇന്ന് വീണ്ടും റീഡിപ്ലോയിഡ് ചെയ്യുകയാണ് സ്ഥലത്ത്. അവിടെ നിലവിൽ കണ്ടെത്തിയ 2 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ റീമാപ്പിംഗ് ആണ് അവിടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അവിടെ പ്രധാനമായും അവിടുത്തെ സാഹചര്യങ്ങളിൽ ഈ സിഗ്നൽ കൂടുതലായി ലഭ്യമാവുന്ന ഇടങ്ങളിലേക്ക് കൂടുതൽ പരിശോധന നടത്തുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ടതാണ്, ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അവിടുത്തെ സാഹചര്യം അവിടെ ഈ ഡ്രോൺ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നടത്തിക്കുന്ന ഒരു മാപ്പിംഗ് രീതിയാണ്. അത് പുഴയുടെ മുകളിലൂടെ പറത്തിവിട്ട് പുഴയുടെ അടിത്തട്ടിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന വസ്തുക്കളെ തിരിച്ചറിയാനുള്ള മാപ്പിംഗ് രീതി, ആ ദൗത്യം ഇന്ന് വീണ്ടും തുടരും എന്നതാണ്. രാവിലത്തെ ഒരു ആക്ഷൻ പ്ലാൻ്റെ ഒരു പൊതു രൂപം അതായിരിക്കാം, പക്ഷേ ഡീറ്റെയിൽ ആക്ഷൻ പ്ലാൻ രണ്ടാമതും ഉണ്ടാവും. എന്തായാലും ഈ ലൊക്കേഷൻ സംബന്ധിച്ച് കൂടുതൽ കൃത്യതയിലേക്ക് വീണ്ടും ഒന്നുകൂടി പോകുന്നു എന്നതാണ് ദൗത്യസംഘത്തിൻ്റെ പുതിയ ശൈലി എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഇന്നലെ ഈ ദൗത്യസംഘത്തെ നയിച്ച മേജർ ജനറൽ ഇന്ദ്രപാലൻ നമ്പ്യാർ, അദ്ദേഹം ഇന്ന് ദൗത്യസംഘത്തിനൊപ്പം ഉണ്ടാവില്ല. അടിയന്തരമായി ഡൽഹിക്ക് പോയി എന്ന ചില സൂചനകളുണ്ട്. എന്തായാലും ദൗത്യസംഘം മുന്നോട്ട് പോവുകയാണ്. CVO അനുമോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനുമോദ്, നമ്മൾ കോഴിക്കോട്ടെ സാഹചര്യങ്ങൾ പറയുകയാണ്. ദൗത്യസംഘം ഇന്നും ഒരു പുതിയ ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിച്ച് അവിടെ കളത്തിലിറങ്ങി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് ഈ അർജുനെ അനുസ്മരിക്കുന്നവർ അതെങ്ങനെയാണ്? അർജുൻ കാണാതായി 11-ാം നാൾ ആ യാഥാർത്ഥ്യവുമായി നാട്ടുകാരൊക്കെ പൊരുത്തപ്പെട്ടു തുടങ്ങിയോ? സജിത്ത്, അങ്ങനെ വേണം തന്നെ കരുതാൻ. കാരണം ഇത്രയും ദിവസം ഈ ഒരു തെരച്ചിൽ, സമാനതയില്ലാത്ത തെരച്ചിൽ നടക്കുന്നു. പക്ഷേ മഹാത്ഭുതങ്ങൾ സംഭവിക്കണം. പക്ഷേ ഓരോ ദിവസവും വരുന്ന വാർത്തകളൊക്കെ തന്നെ ഇവരുടെ പ്രതീക്ഷകളെയൊക്കെ ഇല്ലാതെയാക്കുന്ന പോലെയാണ്. ഞാൻ നിൽക്കുന്നത് അർജുൻ്റെ നാട്ടിലാണ്, കണ്ണാടിക്കലാണ്. ഇവിടെ എല്ലാവർക്കും അർജുൻ ചിരപരിചിതനായിരുന്നു. മിനി ലോറിയായിട്ടും അതിന് മുമ്പ് പെയിന്റിങ്ങിൻ്റെ ജോലിക്കാണോ ഒക്കെ ഈ നാട്ടിലൊരാളായിട്ട് എല്ലാത്തിനും സജീവമായിരുന്ന ആളായിരുന്നു. അർജുനെ നല്ല പരിചയമല്ലേ ചേട്ടന്? അർജുനെ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ടൗണിലോട്ടാണ്. എങ്ങനെയാണ് ഈ വാർത്തകളൊക്കെ ഓരോ ദിവസവും അവിടുത്തെ വാർത്തകൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്? എന്താണെന്ന് ശരിക്കും വ്യക്തമില്ല, എന്താണെന്ന് ശരിക്കും അറിയില്ല. അവര് പറയുമ്പോ അവിടെ മഴ കാരണമാണ്. ഇപ്പൊ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളെ അഭിപ്രായമാണ് കേൾക്കണത്. എന്താണ് ചേട്ടാ ഈ നാട്ടുകാരനല്ലേ? അർജുന്റെ സുഹൃത്താണോ? സുഹൃത്താണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു തിരക്കിലാണെന്ന് അറിയാം, എങ്കിലും ഒന്നും പറയാനില്ല, തിരിച്ചെത്തട്ടെ നല്ല ഒരു ഇത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം തിരക്കിലാണ്.